പത്തനംതിട്ട പന്തളത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കാൽപാദത്തിലൂടെ സ്വകാര്യ ബസ് കയറി. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് അപകടം. വിദ്യാർത്ഥിനിയെ ഉടൻ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? പ്രവീൺ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഇന്ന് വൈകിട്ടാണ് പന്തളത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കാൽപാദത്തിൽ കൂടി സ്വകാര്യ ബസ് കയറിയത്. ഈ സ്വകാര്യ ബസ് ആളെയും സർവീസ് നടത്തുന്നതിനായി സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഈ സമയം ഇടുങ്ങിയ വഴിയാണ് അതിന്റെ പ്രവേശന പാത എന്നുള്ളത്. ആ ഭാഗത്ത് 2 പെൺകുട്ടികൾ നടന്നു വരികയായിരുന്നു. ഈ സമയം ബസ് ഇറങ്ങുന്ന സമയം ബസിന്റെ ടയർ ഈ പെൺകുട്ടിയുടെ കാൽപാദത്തിൽ കൂടി കയറുകയായിരുന്നു. ഇത് ബസ്സിനകത്ത് ഇരുന്ന ആളുകളാണ് ആദ്യം കണ്ടത്. അവർ ബഹളം വയ്ക്കുകയും ബസ് പെട്ടെന്ന് നിർത്തുകയും ചെയ്തു. പെൺകുട്ടി നിലത്ത് വീണ അവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ ബസ് ജീവനക്കാരും അവിടെയുള്ള ആളുകളും ഓടിയെത്തി ഈ വിദ്യാർത്ഥിനിയെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാൽപാദത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അപകടം നടന്നത് വീതി കുറഞ്ഞ ഒരു ഭാഗത്താണ്. സ്വകാര്യ ബസ് ആളുമായി ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ആ ഇടുങ്ങിയ വഴിയിൽ ഈ 2 പെൺകുട്ടികൾ അവിടെ പെട്ടുപോയത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബസ് തിരിച്ചപ്പോൾ ഡ്രൈവറുടെ ശ്രദ്ധയിൽ ഈ പെൺകുട്ടികൾ പെട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ബസിന്റെ ടയറുകൾ ഈ പെൺകുട്ടിയുടെ കാൽപാദത്തിൽ കൂടി കയറുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇടത് കാൽപാദത്തിലാണ് ബസ് കയറിയത്. വളരെ വേഗം തന്നെ പെൺകുട്ടി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.